എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കടുക്ക അല്ലെങ്കിൽ കല്ലുമക്കായ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ, അവർ മാത്രം കണ്ടാൽ മതി, വേറെ ആരും കാണണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നേ ഇല്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നിറച്ച് മണ്ണും ചളിയൊക്കെ ഉണ്ടാകും. കാരണം കടലിൻ്റെ അടിയിൽ ഇതിങ്ങനെ പാറമലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്നതല്ലേ. അപ്പോൾ നല്ല പോലെ മണ്ണും ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം എല്ലാം. അപ്പോൾ എല്ലാം ഇവിടെ നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം, എന്നിട്ട് അടച്ചു വെച്ച് നല്ല പോലെ ആവി കയറ്റണം. എന്തിനാന്ന് വെച്ചാൽ ആ ഷെല്ലൊക്കെ ഒന്ന് തുറന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഷെല്ല് തുറന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള മാംസം നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടല്ലേ, പെട്ടെന്ന് തന്നെ തുറന്ന് കിട്ടും. അപ്പോൾ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്തുനിന്ന് ആ ഒരു നമ്മൾ കഴിക്കുന്ന ഭാഗം മാറ്റിയെടുക്കാം. ഈ രീതിയിൽ എല്ലാ മാംസവും ഇതിനകത്തുനിന്ന് നമ്മൾ മാറ്റിയെടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും. ആ കറുപ്പ് കളറിൽ ഇങ്ങനെ കാണുന്നത് അതിൻ്റെ വേസ്റ്റാണ്. അതെല്ലാം നമ്മൾ കളയണം, നേരെ കളയണം. വേസ്റ്റ് അവിടെ എന്തെങ്കിലും ഒരു അംശം ബാക്കി ഉണ്ടായാൽ വയറിളക്കം, ഛർദി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു ചെറിയൊരു നൂല് പോലെ ഉണ്ടാവും, അതിങ്ങനെ ഈ പാറമേലൊക്കെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. അത് നമ്മൾ ചിലപ്പോൾ ഈ ഷെല്ല് പൊളിക്കുമ്പോൾ തന്നെ അത് പോരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഈ വേസ്റ്റൊക്കെ കളയുന്ന സമയത്ത് തന്നെ ആ നൂലും കൂടെ പൊട്ടിച്ച് കളയണം. അത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കി കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. പൊരിക്കാം, റോസ്റ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.